നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഈ ജാസ്മിൻ ഷായും UNAയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ. അപ്പം ഇഷ്യൂ നേരത്തെ നിലവിലുണ്ട്. കാരണം പല ഹോസ്പിറ്റലിലും ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ഹിന്ദു മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ഇവരൊരു മിലിറ്റൻ്റ് രീതിയിലുള്ള യൂണിയൻ പരിപാടിയൊക്കെ നടത്തുന്ന അടപ്പിക്കുക, തകർക്കുക. അത് പ്രത്യേക സമുദായത്തെ, അതായത് ജാസ്മിൻ ഷായുടെ സമുദായത്തെ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി അതിനെ അങ്ങ് മാറ്റി നിർത്തുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം 3ഓളം വീഡിയോ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു യൂട്യൂബർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ജാസ്മിൻ ഷായുമായി ബന്ധപ്പെട്ട് വെല്ലുവിളി നടത്തി. അതായത് ജാസ്മിൻ ഷാ സുഡാപ്പി, അതായത് മത തീവ്ര വർഗീയവാദി അല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹം 1 ലക്ഷം രൂപ പാരിതോഷികം, അതായത് അദ്ദേഹം ജാസ്മിൻ ഷായ്ക്ക് വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റി കൊടുത്തിട്ട് അദ്ദേഹം വളരെ മഹാനാണ്, അപ്പം അദ്ദേഹത്തിന് ഈ അജണ്ടയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ അജണ്ട നേഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ അദ്ദേഹം ആദ്യം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു. അതിനുശേഷം അത് വീഡിയോ ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അദ്ദേഹം പറയുന്നുണ്ട്, യൂട്യൂബർ പറയുന്നുണ്ട്, കുത്തിത്തിരിപ്പുമായിട്ടിറങ്ങി. കാരണം എന്നെയാണ് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ പേര് പറഞ്ഞില്ല. അതുകൊണ്ട് ഈ യൂട്യൂബറിൻ്റെ പേരും ഞാൻ പറയുന്നില്ല. പക്ഷേ ജാസ്മിൻ ഷാ എന്നെ പറ്റി വീഡിയോ ചെയ്തു. അതിനകത്ത് കാര്യമായ കണ്ടൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ടും, കാരണം കാരണം ഒന്നും പറയാനില്ല അവൻ, അതുകൊണ്ട് അതിന് ഞാൻ മറുപടി കൊടുക്കുന്നില്ല. പക്ഷേ ഈ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്കും ജാസ്മിൻ ഷായ്ക്കും ഞാൻ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജാസ്മിൻ ഷായ്ക്ക് പറയാനുള്ളത് വീഡിയോ രൂപത്തിൽ പറയുകയാണെങ്കിൽ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ വെല്ലുവിളി ഞാൻ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് ജാസ്മിൻ ഷായ്ക്കും ആ യൂട്യൂബർക്കും തരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ മറുപടി തരികയാണെങ്കിൽ എൻ്റെ തല ഷേവ് ചെയ്യാവുന്ന, മുട്ടയടിക്കാവുന്ന, മീശയുടെ പകുതി മാറ്റാവുന്ന ഞാൻ ഓഫർ ചെയ്യുന്നില്ല. കാരണം അതൊക്കെ ചീള് കാര്യമാണ്. അപ്പോൾ ആ പറഞ്ഞ 1 ലക്ഷത്തിന് പകരമായിട്ട് ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കും. അതായത് നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് ഓഫീസിൽ പോയി അത് കൊടുത്തിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ ക്ഷമയും പറയും. അതപ്പം ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയണം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ക്ലാരിറ്റി മാത്രമല്ല, ഇത് പ്രിസൈസ് ക്വസ്റ്റ്യനാണ്. ഇത് ഒഴിഞ്ഞു പോയി മാറിയുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ഒന്നുമല്ല, നേരിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇദ്ദേഹം മത തീവ്രവാദി, വർഗീയവാദിയല്ല, സുഡാപ്പിയല്ല എന്നൊക്കെയാണ് ഈ മഹാനെ പുകഴ്ത്തുന്നത്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് ഏകദേശം 3500ഓളം പെൺകുട്ടികൾ കല്ലറങ്ങാട്ട് ബിഷപ്പ് പറഞ്ഞ പോലെ തന്നെ മത തീവ്രവാദികൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എഗ്രീഡ്. ഈ പറയുന്ന ജാസ്മിൻ ഷാ വിശ്വസിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് ലവ്? ബാക്കി ഭാഗം ഞാൻ ചേർക്കുന്നില്ല. ആ സംഭവം ഉണ്ടോ ഇല്ലയോ, നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ആൻസർ തരണം. കാരണം ഇതിനകത്ത് 56ഓളം പെൺകുട്ടികൾ ഈ നേഴ്സസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. നേഴ്സിങ്ങിന് പഠിക്കാൻ പോയവരാണ്, നേഴ്സായിട്ട് ജോലി ചെയ്തവരാണ്. എനിക്ക് ഉത്തരം വേണം. അതായത് ഈ പറയുന്ന മലയാളികളായ ക്രിസ്ത്യൻസും ഹിന്ദുക്കളുമായ പെൺകുട്ടികളെ ഈ മത തീവ്രവാദികൾ അടിച്ചു മാറ്റി ISISൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പോയ സംഭവം, ഇത് സത്യമാണോ അല്ലയോ? ഉത്തരം എന്താ? തന്നേ മതിയാവത്തുള്ളൂ. കാരണം താങ്കൾ സുഡാപ്പി അല്ലെന്നല്ലേ പറയാം. ഞാൻ പ്രൂവ് ചെയ്യാം നീ ആരാന്ന്. കാരണം നേഴ്സസ് ഉണ്ട് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത്. അതിനെ തെളിവ് വേണമെങ്കിൽ ഈ കാത്തലിക് സഭയിൽ അച്ഛന്മാരുടെ കയ്യിലുണ്ട്, എടുത്ത് നോക്കാം. ഇവരെത്ര പേര് നേഴ്സസ് ആയിരുന്നു, നേഴ്സിങ്ങിന് പഠിച്ചവരാണ്. അടുത്ത ചോദ്യം, ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം, വഹാബിസം, സലഫിസം, ആ രാജ്യം ലോകത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി പണം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ചോദ്യം ഡയറക്റ്റാണ്. യെസ് ഓർ നോ? ആൻസർ ഇതാ. മനസ്സിലായോ? ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം ലോകത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി, അതേപോലെ ജാസ്മിൻ ഷായ്ക്കും കൂട്ടർക്കും കേരളത്തിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പൊളിക്കാൻ വേണ്ടി പണം തരുന്നോ ഇല്ലയോ? അതിനും ഉത്തരം തരുന്നോ ഇല്ല എന്ന് പറയും. പക്ഷേ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്,
അത് മത തീവ്രവാദം വളർത്തി ലോകത്തിൽ ഭീകരത വളർത്തുവാൻ വേണ്ടി ഖത്തർ പണം തരുന്നോ ഇല്ലയോ? ഇതാണ് ചോദ്യം. സിമ്പിൾ ആൻസർ. ഉത്തരം എന്താ? അടുത്ത ചോദ്യം, അതായത് ഹമാസ് 1200ഓളം ഇസ്രായേലികളെ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് വെടിവെച്ച് ക്രൂരമായിട്ട് കൊന്നു. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഹമാസ് ഭീകര സംഘടനയാണോ, മതമൗലികവാദ സംഘടനയാണോ, സ്വാതന്ത്ര്യ സമര സേനാനികളാണോ? മിനി പാകിസ്ഥാൻ ജീവിക്കുന്ന ജാഫിൻ ഷായലി ഉത്തരം എന്താ? കറക്റ്റ് ഉത്തരം എന്താ? അത് ഭീകര സംഘടനയാണോ, മതമൗലികവാദ സംഘടനയാണോ, അതോ മാനുഷിക പരിഗണന വെച്ച് മാനുഷിക സ്നേഹം വിതറുന്ന, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സ്നേഹം വിതറുന്ന സംഘടനയാണോ? സിമ്പിൾ ചോദ്യം. ഉത്തരം എന്താ? അടുത്ത ചോദ്യം, താലിബാനിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നിട്ട് പറയുന്നത് ഇത് ഇസ്ലാമിക നിയമത്തിൻ്റെ ഭാഗമാണ്. 4 പ്രാവശ്യം കെട്ട കൊച്ചു കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ താലിബാൻ കൊണ്ടുപോകുന്നു. ഗ്രേറ്റ്. കേരളത്തിലെ മാധ്യമം, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം, അതിനെ വിസ്മയം എന്നാണ് പറഞ്ഞത്. അതായത് താങ്കൾ ഈ പറയുന്ന നേഴ്സസിൻ്റെ സ്ത്രീകൾ, അതിൻ്റെ കമ്മ്യൂണിറ്റിയുടെ പുരോഗതിക്ക് വേണ്ടി നടക്കുന്ന ആളാണല്ലോ. ഈ പറയുന്ന സംഭവം, അതായത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന സംഭവം, സ്ത്രീകളെ ഇല്ലാതാക്കുന്ന സംഭവം ഇസ്ലാമിലുണ്ടോ ഇല്ലയോ? അതിനെ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ? ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ആൻസർ. താങ്കൾ ഈ പറയുന്ന മിനി പാകിസ്ഥാൻ, അതായത് മലപ്പുറംകാരനാണ്. അതായത് താങ്കളുടെ ഭാര്യ ഖത്തറിലാണ്, അത് ചാടാൻ ശ്രമിക്കുന്നു, ന്യൂസിലൻഡ് ചാടാൻ ശ്രമിക്കുന്നു. ചോദ്യമാണ്, സമസ്ത, അതായത് മുസ്ലിം സംഘടന, പിന്നെ താങ്കളുടെ അടുത്തുള്ള ലീഗ്, ഇവർ രണ്ടുപേരും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറാൻ പോയപ്പോൾ ആ സ്റ്റേജിൽ അവിടെ MD ഉസ്താദ് പറഞ്ഞ കാര്യം, പിന്നീട് സ്ത്രീകളിങ്ങനെ ഈ പറയുന്ന പർദ്ദ, അതായത് ചാക്കുമായിട്ടിട്ട് നടക്കണം. ഇതൊക്കെ അവരുടെ ഡിമാൻഡാണ്. അതായത് സ്ത്രീകൾക്ക് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കുവാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആണുങ്ങൾക്ക് 4 പ്രാവശ്യം കെട്ടാം. സ്ത്രീകളെ വെറും അടിമകളാണ്. ഈ പറയുന്ന സമസ്തയോടും ലീഗിനോടും AP അബൂബക്കർ മുസ്ലിയാരുടെ കാന്തപുരത്തിനോടും താങ്കൾ യോജിക്കുന്നോ ഇല്ലയോ? ഉത്തരം എന്താ? ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇസ്ലാം എന്ന് പറഞ്ഞ സംഭവം, അത് ഭീകരവാദ പ്രസ്താവനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്. ഇത് നിങ്ങളുടെ ആൾക്കാർ തന്നെ, അതിൻ്റെ അകത്ത് എക്സ് മുസ്ലിംസ് തന്നെയാണ് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഗൂഢാലോചന ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? താങ്കൾ ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമാണല്ലോ. നേഴ്സസ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്, കേരളത്തിലെ പെൺകുട്ടികളാണ്. ഇപ്പോഴാണ് കുറച്ച് മെയിൽ നേഴ്സൊക്കെ വരാൻ തുടങ്ങിയത്. ഇതിനൊക്കെ ഉത്തരം എന്താ എനിക്ക്? എന്നിട്ട് പറയാം താങ്കൾ ഒരു വിശുദ്ധനായ സുഡാപ്പിയല്ല, അതായത് അതിശക്തമായ മതേതരക്കാരനാണ്. താങ്കളുടെ നാട്ടുകാരനാണല്ലോ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. അദ്ദേഹം നയിക്കുന്ന മുസ്ലിം ലീഗ്, ഈ പറയുന്ന യൂട്യൂബർ പറയുന്നു മതേതരനാണ്, ഞാൻ പറയുന്നു വർഗീയവാദിയാണ് അയാൾ. ആ പാർട്ടി വർഗീയവാദിയാണ്. അതാണ് മുഹമ്മദ് ബഷീറും മറ്റേ KM ഷാജിയും ഒക്കെ പറയുന്നത്. താങ്കൾ പറയുന്നുണ്ടോ അത് വർഗീയവാദിയാണോ മതേതരനാണോ? ഏതാണെന്ന് പറഞ്ഞു എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഇന്ത്യയിലോട്ട് പോവാ. കാശ്മീരിൽ ഏകദേശം 2 ലക്ഷം പേരാണ് ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചത്. 2 ലക്ഷം പേര് നിരപരാധികൾ, ഇൻക്ലൂഡിങ് പട്ടാളക്കാരും സൈനികരും ഉൾപ്പെടെ. താങ്കൾ എന്ത് പറയുന്നു? കാശ്മീരിൽ നടക്കുന്നത് KT ജലീലും മിനി പാകിസ്ഥാനും പറയുന്ന പോലെ അത് അത് കാശ്മീരും സ്വാതന്ത്ര്യമാണ്, അത് ഇന്ത്യയുടെ അല്ല, അത് പാകിസ്ഥാൻ്റെയാണ്. കാശ്മീരി ഭീകരന്മാർ മനുഷ്യസ്നേഹികളാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം അതുമായിട്ട് ബന്ധപ്പെട്ട്? യെസ് ഓർ നോ? കാശ്മീർ ഇന്ത്യയുടെ ആണോ അത് പാകിസ്ഥാൻ്റെ ആണോ? എന്തുകൊണ്ടാണ് മലപ്പുറത്തുള്ള താങ്കളുടെ ഭാഗത്തുള്ള വടക്കൻ മലബാറിലുള്ള ആളുകൾ ഇത്രമാത്രം ഇന്ത്യ വിരുദ്ധരായത്? അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യ വിരുദ്ധരായത്? ഇന്ത്യ ഏതെങ്കിലും നടുവൊടിച്ച് കാണണമെന്ന് താല്പര്യമുള്ളവർ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ മലപ്പുറത്ത് മിനി പാകിസ്ഥാനിലുള്ളവർ
ഇന്ത്യക്കെതിരെ മാത്രമല്ല ലോകത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിനെ താൻ അനുകൂലിക്കുന്നോ ഇല്ലയോ? ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം എന്താ? അതായത് ഇസ്ലാം മതത്തിൽ പറയുന്ന ഈ സംഭവങ്ങൾ പലത്, അതായത് സ്വർഗത്തിൽ പോകാം, ഹൂറുകളെ കാണാം, അതിനുവേണ്ടി അള്ളാഹുവുമായിട്ട് ജീവിക്കും, ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല. ഇതിനെ താങ്കൾ അനുകൂലിക്കുന്നോ യോജിക്കുന്നോ? കാരണം നിങ്ങളുടെ പെരുന്നാൾ വരാൻ പോവുകയാണ്. ഉത്തരം എന്താ? അതായത് ഒരു സാധാരണ മനുഷ്യനായിട്ട്, ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ജീവിക്കാൻ, അതായത് സമൂഹത്തിന് നല്ലതുണ്ടാകട്ടെ, അപ്പം അതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്കളും ഈ യൂട്യൂബറും തമ്മിലുള്ള അൺഹോളി റിലേഷൻഷിപ്പിനെ പറ്റി എനിക്കറിയത്തില്ല. ഉറപ്പായിട്ടും വരാനുള്ള സമയങ്ങളിൽ ഈ യൂട്യൂബർ പലയിടത്തും കയറി അപ്പോളജി ചെയ്തിട്ടുണ്ട്. തന്നെ പറ്റി അപ്പോളജി ചെയ്യാനുള്ള സാധ്യത, പോസിബിലിറ്റി വളരെ കൂടുതൽ. അതുകൊണ്ട് അയാളെ ഞാൻ മാറ്റി നിർത്തുന്നു. പിന്നെ ഇയാളുടെ കൂടെ കറങ്ങി നടക്കുന്ന UN കുറച്ച് ഉണക്ക നേഴ്സന്മാരോട് കൂടെയാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ വിരട്ടാനുള്ള ശ്രമം നടത്തി. നിങ്ങളോടും ചോദിക്കുക, UN ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ മഹാനോടും ചോദിക്കുക, നിനക്കൊന്ന് ജീവിതത്തിൽ പിടികിട്ടിയില്ലേ ഞാനുമായിട്ട് കയറിയ മുട്ടിയാൽ ഇത്ര പ്രശ്നമാകുന്നല്ലയോ? മനസ്സിലായി? ഇപ്പം പിടികിട്ടിയ നീ ഉദ്ദേശിക്കുന്ന അത്ര വലിയ മോശക്കാരനൊന്നും അല്ല. നിൻ്റെ അപ്പൻ്റെ അപ്പനാ ചില കാര്യങ്ങളിൽ. നീ ഇതിന് ഉത്തരം എന്താ? ഈ പറയുന്ന ആളിലേക്കാണ് 5 ലക്ഷം രൂപയായിട്ട് ഞാനവിടെ വരാം. അതിന് തരണം. ഇത് നീ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ജാസ്മിനെ നീ ഒരു 5 പ്രാവശ്യം ജനിച്ചാൽ പറ്റത്തില്ല. ഈ പറയുന്ന ചോദ്യങ്ങളുണ്ടല്ലോ ഓരോന്നായിട്ട്, അത് നീ ചിന്തിച്ചാലോചിക്കരുത്. അതായത് മനസ്സിലാക്കുക, നിന്നെപ്പറ്റി അറിഞ്ഞ ശേഷമാണ് മുഴുവനും തുടക്കം കുറിച്ചത്. നീ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? നീ മദേഴ്സ് ഹോസ്പിറ്റൽ തൃശ്ശൂർ കളിച്ച ഗെയിമൊക്കെ എനിക്കറിയാം. ആ മാനേജ്മെൻറ്റുമായിട്ട് ചേർന്ന് നടത്തിയ ഗെയിം, അതിൻ്റെ ഭാഗത്ത് അവിടുന്ന് ആരെ പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. കാരണം മാനേജ്മെൻറ്റായിട്ട് ഉടക്കിയ അവളെ സീനിയറായിട്ടൊരു നേഴ്സിംഗ് സൂപ്പറിനെ പുറത്താക്കാൻ വേണ്ടി നീ നടത്തിയ ഗെയിമൊക്കെ അറിയാം. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ വെൽ റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പോകുന്നത്. അല്ല ഇന്ന് വായി തോന്നി പറയാം, നാളെ മാറ്റി പറയാം, അടുത്ത ദിവസം മാറ്റി പറയുക. ഇതല്ല എൻ്റെ ജേർണലിസം എന്ന് പറയുന്നത്. പിന്നെ വിരട്ടൊക്കെ ഇങ്ങനെ കൈവച്ചാൽ മതി. അതാണ് ഈ പറയുന്ന യൂട്യൂബിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും നിൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളും ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. വീണ്ടും ആവർത്തിക്കുന്നു, ജാസ്മിൻ ഷാ എന്ന് പറയുന്നത് പക്കാ വർഗീയവാദിയാണ്. അവൻ്റെ ലക്ഷ്യം ഹിഡൻ അജണ്ടയാണ്. അവന് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെയും ഹിന്ദു മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽസും ഇൻസ്റ്റിറ്റ്യൂഷനും പൂട്ടാൻ വേണ്ടി മാത്രമാണ് അവൻ നടക്കുന്നത്. അത് മനസ്സിലാക്കാത്ത കേരളത്തിലുള്ള ക്രൈസ്തവർ, അതായത് പെൺകുട്ടികൾ, അവരെ മുഴുവനും വലിച്ചിഴക്കുകയാണ്. ഈ പോയിന്റുകൾ റിബട്ട് ചെയ്യുക, എന്നിട്ട് പറഞ്ഞതാ അല്ല ഇതാണ് ശരി, ഇതാണ് തെറ്റ്. ഇതിന് ശേഷം ഇവൻ മിനി പാകിസ്ഥാനിൽ പോകാൻ പറ്റുമോ? ഇതിന് ശേഷം ഇവന് ഖത്തറിൽ പോകാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്. ഇവൻ്റെ കപടതകളും കള്ളത്തരങ്ങളും പൊളിച്ചു. അതാണ് ഇത്രമാത്രം ആ യൂട്യൂബർക്ക് കേടി ഭയം. അതായത് എവിടെയോ കിടന്ന് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഇപ്പോഴാണ് അയാൾക്കും പിടികിട്ടിയത്. അയാളുടെ ക്രെഡിബിലിറ്റി വല്ലാതെ പോയി. എൻ്റെ കാര്യം എന്തുവാ? കാരണം കള്ളങ്ങളാണ് ഓരോ ദിവസം പൊളിയുന്നത്, കപടതകളാണ് മറ നീക്കി പുറത്ത് വരുന്നത്. ഇതിനൊക്കെ എനിക്ക് അവസരം തന്ന യൂട്യൂബറോടും ഈ പറയുന്ന UN വിശുദ്ധനായ മതേതരനായ സുഡാപ്പി നേതാവായ ജാസ്മിൻ ഷായോടും എനിക്ക് നല്ല നന്ദിയുണ്ട്, നല്ല നമസ്കാരമുണ്ട്. കാരണം ഇപ്പോഴാണ് നിനക്ക് മനസ്സിലായത്, ഗെയിം കയറി പിടിച്ചപ്പോഴാണ് നിനക്ക് പിടികിട്ടിയത് നിന്നെ തൊലയ്ക്കുമെന്ന്. അതുകൊണ്ട് UN സഹകരിച്ച് പോകുന്ന കേരളത്തിലെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റി, ഇവനൊരു ദൂരകള, ഇവൻ്റെ അജണ്ടയൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഇവൻ ആർക്കോ വേണ്ടിയോ പണം മേടിച്ച് നടന്ന സംഭവം ഇതൊക്കെ. ഇവൻ പണം തട്ടിപ്പ്, പണം സൈഫണിങ്, അടിച്ചു മാറ്റൽ, ഈ കേസുകളുള്ള ഒരുത്തനാണ്. അത് അന്തർദേശീയ കുറ്റവാളിയേക്കാളും കഷ്ടമായ ഒരുത്തനാണ് ഇവൻ. ഇവനെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് ഫർദർ എങ്ങനെ പോകാൻ സാധിക്കും? ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് തുറന്നിട്ടുണ്ട്. ആരുടെയും ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്.